ഹലോ നമസ്കാരം, ഫ്ലസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ്? ഇന്നത്തെ പരിപാടി നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന അമ്പലനീരിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ബാച്ചിലർ പാർട്ടി മോല ഫാൻസ് വെയിറ്റ് ചെയ്തില്ലേ? ഇയാളും പറയാം അപ്ഡേറ്റ് വേണം നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ല. ഞങ്ങള് കാര്യം പറയണം, നമ്മൾ 8 വർഷമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇവിടെ 1-2 വർഷമൊക്കെ ആയുള്ളൂ. പക്ഷെ രണ്ടുപേരെയും സന്തോഷിപ്പിക്കുന്ന വാർത്തയല്ല. ബാച്ചിലർ പാർട്ടി DX എന്നാണ് ഇതിന്റെ പേര്. ബാച്ചിലർ പാർട്ടി സെക്കൻഡ് പാർട്ടാണെന്ന് അറിഞ്ഞൂടല്ലേ? അറിയാൻ പയ്യ, ചിലപ്പോ ആയിരിക്കാം സ്പിൻ ഓഫ് വല്ലതൊക്കെ ആയിരിക്കും. പക്ഷെ ഏറ്റവും അവസാനം എല്ലാവരും മരിച്ചില്ലേ ബാച്ചിലർ പാർട്ടിയില്? അപ്പൊ ചിലപ്പോ അതിന്റെ വേറൊരു വെർഷൻ ആയിരിക്കാം. എന്തായാലും പോസ്റ്റിൽ ടാഗ് ചെയ്തേക്കണത് നസ്രിയ, സൗബിനെയൊക്കെയാണ്. നസ്ലിൻ, സൗബിൻ, ടൊവിനോ ഒരു റൂമർ കേട്ടു, അൻവർ റഷീദ് ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അമൽദീരിന്റെ പടം എന്ന് പറയുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും തോക്കുണ്ട്. ഈ പോസ്റ്ററിന് ചുറ്റും 1, 2, 3, 4, 5 തോക്കുകളാണ് വരുന്നത്. ബാച്ചിലർ പാർട്ടി ചോപ്പിലാണ് എഴുതിയിരിക്കുന്നത്. അത് മറ്റേ ടൈറ്റിലും അങ്ങനെയാണ് ബാച്ചിലർ പാർട്ടിയുടെ. അത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതിന്റെ ക്യാപ്ഷൻ നോക്കുമ്പോഴത്തേക്കും DX മീൻസ് ടു ഇൻ ഫ്രഞ്ച്. അതിന്റെ DUX പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. മീൻസ് ഓഫ് ദം ഓർ അബൌട്ട് ദം. അവരെ കുറിച്ചാണ് പറയാൻ പോണത്. എന്തായാലും രണ്ടുപേര് അവരെ പറ്റിയുള്ള കഥ ആ ഒരു രീതിക്കായിരിക്കും പോകുന്നത്. അപ്പൊ രണ്ടുപേരെന്ന് പറയുമ്പോ എടാ അത് ജസ്റ്റ് അവര് പറഞ്ഞിട്ടുണ്ട് 2, 1-2 പേരായിരിക്കും, അല്ലെങ്കിൽ 2 രണ്ടുപേരെന്ന് പറയുമ്പോ മമ്മൂട്ടിയും മോഹൻലാലും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ആഗ്രഹിക്കാമല്ലോ, ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമില്ല. അമൽനീരന്റെ പടത്തില് അതുപോലെ മമ്മൂക്കയും മോഹൻലാലും 2 സൈഡിൽ നിന്ന് ഇങ്ങനെ തോക്കം ചൂണ്ടിക്കണം. ആലോചിച്ചു ആഗ്രഹിക്കാം, പക്ഷെ നടക്കൂല. സത്യം പറയാം, ഞാൻ മമ്മൂട്ടി ഫാനാണ്, നമ്മൾ മോഹൻലാൽ ഫാനാണ്. അതല്ലെന്ന് പറയണത്. പറയട്ടെന്ന് ബിഗ് വേണ്ടിട്ട് ഇത്ര വർഷം കാത്തിരിക്കുന്നു. അപ്പൊ ഞങ്ങളൊന്നും വരാൻ പോയിട്ടില്ല, നമ്മളൊന്നും പറയാൻ പോയില്ല. അല്ല പറയാൻ പറ്റൂല. ബുദ്ധിമുട്ട് അമ്മ പോസ്റ്റ് ആയിരുന്നു എന്തോന്നു അങ്ങനെ പറഞ്ഞു. എടാ അത് ജസ്റ്റ് എഡിറ്റ് ചെയ്തേക്കണ ഒരു പോസ്റ്റ് ആണ്, അല്ലാതെ അങ്ങനെ എടാ പോളെ പിന്നെ ഒറിജിനൽ ഇടുവന്നു. എടാ എഡിറ്റടാ അതൊക്കെ. നീ അത് വിശ്വസിച്ചോണ്ടിരിക്കണം ഒറിജിനൽ അതൊക്കെ എഡിറ്റാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അമൽദീരിന്റെ ഒരു പടം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ നോക്കിയപ്പോ എല്ലാം നമ്മുടെ കൊച്ചി ഗ്യാങ്ങാണ്. സ്വാഭാവികമായിട്ടും മമ്മൂക്കയ്ക്ക് ഒരു സാധ്യത മട്ടാഞ്ചേരി ഗ്യാങ്ങെന്ന് പറയുമെങ്കിലും അതന്നെ ചിലപ്പോ മമ്മൂക്ക കാണാൻ സാധ്യത ഉണ്ട്. പറയുന്നില്ല. ഞാൻ പറഞ്ഞ ഇവർക്ക് ബിസിനസ് വന്ന് ഇവർക്ക് കഴിവുണ്ടെങ്കിൽ ഒരു ലാലേട്ടനെ ക്യാമിയോയിൽ കൊണ്ടുവരുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെ പാട്രിയോട്ടില് ജയിച്ച ക്രെഡിറ്റ് എടുക്കാൻ പോണത് മോഹൻലാൽ, തോറ്റ ക്രെഡിറ്റ് എടുക്കാൻ പോണത് മമ്മൂട്ടി. നമ്മൾ ആരും ക്രെഡിറ്റ് ഒന്നും എടുക്കില്ല. സൈഡ് റോളാണോ മെയിൻ റോളാണോ പാട്രിയോട്ടി വരാൻ പോണ? നമ്മളത് നല്ല സൈഡ് റോളായിരിക്കും. 18 മിനിറ്റുള്ള റോള് നിങ്ങൾ 1 മണിക്കൂർ 28. അപ്പം ജയിച്ച ക്രെഡിറ്റ് എടുക്കാൻ വരല്ലേ? ജയിച്ച നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. ഇതാണ് കാര്യം. പിന്നല്ലാതെ ഇത് പറയുമ്പോ എല്ലാം പറയുമോ? അടുപ്പിക്കാത്തത് അതെന്താ? അത് നമ്മള് ക്യാമിയോ അത്ര ശകലേ ഉള്ളത്, എല്ലാം കൂടെ ഒരു 10 അരമണിക്കൂറിന് താഴെ പോലും ഇല്ല, അത്രേ ഉള്ളു. അതെ, അവൾക്കൊപ്പം അവനൊപ്പം നിർത്ത്. അപ്പൊ നമ്മള് ഇത്രയൊക്കെ പറയാനുള്ളൂ. പുതിയ പടം അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. തൃപ്തിയായി. ഇനിയും പറഞ്ഞുകൊണ്ടത് അടിയാവും. അപ്പൊ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ കണ്ടന്റ് വരുന്നത്. അപ്പൊ പുതിയ വിശേഷങ്ങളായി ഞങ്ങൾ ഉണ്ടാവരാൻ ലൈൻ